കയർ ബോർഡ് ജീവനക്കാരി ജോളി മധുവിന്റെ മരണത്തിൽ കേന്ദ്ര സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചു. ജോളിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷമാണ് ട്രാൻസ്ഫർ റദ്ദാക്കിയതെന്ന് തെളിയിക്കുന്ന ട്രാൻസ്ഫർ ഓർഡറിന്റെ പകർപ്പ് മീഡിയ വണ്ണിന് ലഭിച്ചു. കേന്ദ്ര അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്ന് കുടുംബം പ്രതികരിച്ചു. ജോളിയുടെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കയർ ബോർഡ് ഓഫീസിൽ പ്രതിഷേധിച്ചു. കയർ ബോർഡ് ചെയർമാന്റെയും സെക്രട്ടറിയുടെയും അറിവോടെ ജോളിയെ മാനസികമായി പീഡിപ്പിച്ചു എന്നും ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടും ട്രാൻസ്ഫർ റദ്ദാക്കിയില്ല എന്നുമാണ് കുടുംബം ആരോപിക്കുന്നത്. ജോളിയുടെ ട്രാൻസ്ഫർ റദ്ദാക്കിയിരുന്നുവെന്നും ശമ്പളം തടഞ്ഞു വെച്ചിട്ടില്ല എന്നുമായിരുന്നു കയർ ബോർഡിന്റെ വിശദീകരണം. എന്നാൽ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ നൽകിയ ട്രാൻസ്ഫർ ജോളി ആശുപത്രിയിൽ ആയതിനു ശേഷം ഈ മാസം ഫെബ്രുവരി 4-നാണ് റദ്ദാക്കിയത്. ട്രാൻസ്ഫർ ഓർഡർ ലഭിച്ചപ്പോൾ തന്നെ അത് റദ്ദു ചെയ്യാനുള്ള അപേക്ഷ ജോളി നൽകിയിരുന്നുവെന്നും പ്രധാനമന്ത്രിക്കും കേന്ദ്രമന്ത്രി ശോഭാ കലന്തരാജയ്ക്കും പരാതി സമർപ്പിച്ചിരുന്നുവെന്നും കുടുംബം പറയുന്നു. അതേസമയം മരണത്തിൽ MSME മന്ത്രാലയം അന്വേഷണം പ്രഖ്യാപിച്ചു. ഇവൾക്ക് ഓഫീസിൽ നിന്നിട്ടും തൊഴിൽപരമായിട്ട് കിട്ടിയിട്ടുള്ള ഹറാസ്മെൻറ്റ്, മാനസിക പീഡനം, അതിൽ നിന്നുള്ള സംരക്ഷണം കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു അവൾ ഇത്രയും നാളും ഓഫീസിൽ ഫൈറ്റ് ചെയ്തത്. ആ അന്വേഷണം വെറും പ്രഹസനമാണെന്നുള്ളത് ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് ആ അന്വേഷണത്തിനോട് യോജിപ്പില്ല. സംഭവത്തിൽ കുടുംബം കയർ ബോർഡിലെ 4 ഉദ്യോഗസ്ഥർക്കെതിരെ ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകി. ജോളിയുടെ മൃതദേഹം സ്വകാര്യ ആശുപത്രിയിൽ നിന്നും വീട്ടിലെത്തിച്ച് പൊതുദർശനം ആരംഭിച്ചു. നാളെ രാവിലെ 11 മണിക്ക് ഇടപ്പള്ളി സെന്റ് ജോർജ് പള്ളിയിൽ സംസ്കരിക്കും. മരണത്തിൽ ഉത്തരവാദികളായവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കയർ ബോർഡ് ഓഫീസിൽ പ്രതിഷേധിച്ചു. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തു. മീഡിയ 1 കൊച്ചി.